റിക്വയർമെൻറ്റ്സ് ഓഫ് ഗുഡ്സ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ആദ്യത്തേതാണ് ഒരു ഫ്ലൈറ്റിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു, ലാൻഡിങ് ഉൾപ്പെടാത്ത സീരീസ് ഓഫ് സ്റ്റെപ്പിനെയാണ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ആ ഫ്ലൈറ്റിൽ മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3 ആണ്. ഒരു ഫ്ലൈറ്റിൽ മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3 ആണ്. അതേപോലെ മാക്സിമം നമ്പർ ഓഫ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 12 ആണ്. മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്പ് 3 ആണ്. അതുപോലെ മാക്സിമം നമ്പർ ഓഫ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 12 ആണ്. ദെൻ അടുത്തതാണ് ഹെഡ് റൂം. ഹെഡ് റൂം എന്ന് പറയുന്നത് ഹെഡ് റൂമിൻ്റെ ഹൈറ്റ് നോട്ട് ലെസ് ദാൻ 2.2 മീറ്റർ. 2.2 മീറ്ററിനെക്കാളും ഹെഡ് റൂമിൻ്റെ ഹൈറ്റ് കുറയാൻ പാടില്ല. ഇവിടെ തന്നെ നിങ്ങൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ 2 മീറ്റർ എന്ന ആൻസറും കാണാം, 2.1 മീറ്റർ എന്ന ഓപ്ഷനും കാണാം. പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ, അതായത് അതിന് കാരണം നമ്മുടെ ഈ ബിൽഡിംഗ് ബൈലോസ് വെച്ചിട്ടായിരിക്കും ഈ ഒരു ഡയമെൻഷൻസ് ഒക്കെ പറയുന്നത്. ഈ ബിൽഡിംഗ് ബൈലോസ് അവർ ചില സന്ദർഭങ്ങൾ അവർ മാറ്റാറുണ്ട്. സോ അങ്ങനെ വാല്യൂസിൽ വരുന്ന വ്യത്യാസമാണ് ഇതിന് ഈ ഒരു മാറ്റം വരുന്നത്. ഇപ്പോഴും ഹെഡ് റൂമിൻ്റെ ഹൈറ്റ് ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ബൈലോസിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ 2.2 മീറ്റർ തന്നെയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ 2 മീറ്റർ എന്നും കാണാം, 2.1 മീറ്റർ എന്നും കാണാം. സോ അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂസ് വരാതിരിക്കാനാണ് ആ പഴയ വാല്യൂസ് കൂടെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ബൈലോസിൽ പറയുന്നത് നോട്ട് ലെസ് ദാൻ 2.2 മീറ്റർ എന്ന് തന്നെയാണ്. ദെൻ 2 മീറ്ററും 2.1 മീറ്റർ എന്ന വാല്യൂസ് കൂടെ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കണം. ദെൻ അടുത്തതാണ് ത്രെഡ് എന്ന് പറഞ്ഞാൽ ത്രെഡിൻ്റെ ലെങ്ത് ഡയമെൻഷൻ പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ് പറയുന്നത്. ത്രെഡിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ഡയമെൻഷൻ പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെയും ഒരു റേഞ്ചാണ് മുന്നേ പറഞ്ഞിരുന്നത്, 25 മുതൽ 30 സെൻറ്റിമീറ്റർ എന്നൊരു റേഞ്ചാണ് പറഞ്ഞിരുന്നത്. ആ ഒരു റേഞ്ച് കൂടെ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കണം. ത്രെഡിൻ്റെ ഡയമെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ ആണ്. സോ ഒരു റേഞ്ചാണ് ചോദിക്കുന്നതെങ്കിൽ 25 മുതൽ 30 സെൻറ്റിമീറ്റർ വരെ ആയിരിക്കും. ഇവിടെയും ഈ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലുള്ള ത്രെഡാണ് ചോദിക്കുന്നതെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ ത്രെഡാണ് ചോദിക്കുന്നതെങ്കിൽ അവിടുത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളാണ് ചോദിക്കുന്നതെങ്കിൽ അവിടുത്തെ 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ 25 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് വിത്തൗട്ട് നോസിങ് ആയിരിക്കും. വിത്തൗട്ട് നോസിങ്ങിൽ ഡയമെൻഷനാണ് 25 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അതെവിടെയാണ്? റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലാണ് പറയുന്നത്. ദെൻ അടുത്ത ത്രെഡ് നമ്മൾ പറഞ്ഞു. ദെൻ അടുത്തതാണ് റൈസ് എത്രയാണ്? റൈസിൻ്റെ ഹൈറ്റും വരുന്നത് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അവിടെയും മുന്നേ ഒരു റേഞ്ചാണ് പറഞ്ഞിരുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് 10 മുതൽ 15 സെൻറ്റിമീറ്റർ ആയിരുന്നു. 10 മുതൽ 15 സെൻറ്റിമീറ്റർ ആയിരുന്നു അവിടുത്തെ റേഞ്ച്. ഇപ്പോൾ റൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇനി ഇവിടെയും റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലുള്ള മാക്സിമം റൈസ് എന്ന് പറയുന്നത് 19 സെൻറ്റിമീറ്റർ ആയിരുന്നു. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലുള്ള മാക്സിമം റൈസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 19 സെൻറ്റിമീറ്റർ ആയിരുന്നു. ആ ഒരു വാല്യൂ കൂടെ ഓർമ്മിച്ച് വെച്ചിരിക്കണം. ദെൻ അടുത്തതാണ് നമുക്ക് നോക്കേണ്ടത്. ഈ ത്രെഡും റൈസും നമ്മൾ പറഞ്ഞു. ഇനി ഒരു 3 ഇക്വേഷൻ പോലെ പഠിക്കാനുണ്ട്. അത് വേറൊന്നുമല്ല, ത്രെഡ് T+R = 40 to 45 സെൻറ്റിമീറ്റർ ആയിരിക്കും. 40 to 45. ഈ 40 to 45 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 25 to 30 ആ ഒരു റേഞ്ച്. അതുപോലെ റൈസ് വരുമ്പോൾ 10 മുതൽ 15 ആ ഒരു റേഞ്ച് വെച്ചിട്ടാണ് ഈ 3 ഇക്വേഷനിലുമുള്ള വാല്യൂസ് പറയുന്നത്. ത്രെഡ് പ്ലസ് റൈസ് എടുത്തു കഴിഞ്ഞാൽ 40 to 45 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അതുപോലെ അതായത് ത്രെഡിൻ്റെ ലെങ്തും റൈസും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 40-നും 45-നും ഇടയിലായിരിക്കണം. ദെൻ അതുപോലെ തന്നെ ത്രെഡ് ഇൻറ്റു റൈസർ എടുത്തു കഴിഞ്ഞാൽ എത്ര ആയിരിക്കണം? 400 to 450 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. ത്രെഡ് ഇൻറ്റു റൈസർ എടുത്തു കഴിഞ്ഞാൽ 400 to 450. ത്രെഡ് ഇൻറ്റു റൈസർ എടുത്തു കഴിഞ്ഞാൽ 400 to 450 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. അതുപോലെ ത്രെഡ് പ്ലസ് 2 റൈസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ന് പറയുന്നത് 60 to 61 സെൻറ്റിമീറ്റർ ആയിരിക്കണം. 60 to 61 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ ഒരു 3 ഇക്വേഷനും കൂടെ ഓർമ്മിക്കണം. ത്രെഡ് പ്ലസ് റൈസ് എടുത്തു കഴിഞ്ഞാൽ 40 to 45 സെൻറ്റിമീറ്റർ ആയിരിക്കണം.
ത്രെഡ് ഇൻറ്റു റൈസ് എടുത്തു കഴിഞ്ഞാൽ 400 to 450 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. അതുപോലെ ത്രെഡ് പ്ലസ് 2R എടുത്തു കഴിഞ്ഞാൽ 60 to 61 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നോക്കാം. മിനിമം വിഡ്ത്ത് ഓഫ് സ്റ്റെയറിൻ്റെ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 1.2 മീറ്റർ ആയിരിക്കണം. ഓക്കെ, സ്റ്റെയറിൻ്റെ മിനിമം വിഡ്ത്ത് 1.2 മീറ്റർ ആയിരിക്കണം. ഇവിടെയും ഈ 1.2 മീറ്റർ എന്ന് പറയുന്നത് KMBR വെച്ചിട്ടുള്ള മെഷർമെൻ്റ് ആണ്. ഓക്കെ, KMBR അതായത് കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾ വെച്ചിട്ടുള്ള ഡയമെൻഷനാണ് 1.2 മീറ്റർ എന്ന് പറയുന്നത്. ഇനി NBC വെച്ചിട്ടുള്ളതാണെങ്കിൽ 1 മീറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, മിനിമം വിഡ്ത്ത് ഓഫ് സ്റ്റെയർ NBC വെച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ 1 മീറ്റർ ആണ് ആൻസർ. NBC വെച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ 1 മീറ്റർ ആണ് ആൻസർ. ഇനി ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ വാല്യൂ 0.9 മീറ്റർ എന്നും കാണാറുണ്ട്. ഓക്കെ, ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ വാല്യൂ 0.9 മീറ്റർ എന്നും കാണാറുണ്ട്. അപ്പം ഈ 3 വാല്യൂസും നിങ്ങൾ ഓർമ്മിച്ചിരിക്കണം. മിനിമം വിഡ്ത്ത് ഓഫ് സ്റ്റെയർ 1.2 മീറ്റർ ആണ്. അത് KMBR വെച്ചിട്ടുള്ള വാല്യൂസ് ആണ്. NBC വെച്ചിട്ടാണെങ്കിൽ 1 മീറ്റർ ആണ്. ഇനി ചില ടെക്സ്റ്റ് ബുക്കുകളിൽ 0.9 മീറ്റർ എന്ന വാല്യൂസ് കൂടെ കാണാറുണ്ട്. ദെൻ അടുത്ത് പിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊന്നും നേരത്തെ കണ്ടു. പിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഞ്ച് പറയുന്നത് 30 to 45 ഡിഗ്രിയാണ്. ഓക്കെ, 30 to 45 ഡിഗ്രിയാണ്. ഇനി നിമിയിൽ പറയുന്നതല്ല, നിമിയിൽ 40 ഡിഗ്രി എന്നാണ് പറയുന്നത്. ഓക്കെ, നിമിയിൽ 40 ഡിഗ്രി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ 30 to 45 ഡിഗ്രിയാണ്. നിമിയിലാണെങ്കിൽ അത് 40 ഡിഗ്രി എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത് നോക്കേണ്ടതാണ് ഹാൻഡ് റെയിൽ. ഹാൻഡ് റെയിൽ എന്ന് പറഞ്ഞാൽ ഹാൻഡ് റെയിലിൻ്റെ ഹൈറ്റ് വരുന്നത് 90 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഹാൻഡ് റെയിലിൻ്റെ ഹൈറ്റ് 90 സെൻറ്റിമീറ്റർ ആണ്. അതും നിമിയിലും ചില ടെസ്റ്റുകളിലൊക്കെ അപ്രോക്സിമേറ്റ്ലി 80 സെൻറ്റിമീറ്റർ എന്ന് കാണാറുണ്ട്. ഓക്കെ, 80 സെൻറ്റിമീറ്റർ. ഓക്കെ, 80 സെൻറ്റിമീറ്റർ എന്നും കാണാറുണ്ട്. അപ്രോക്സിമേറ്റ്ലി 80 സെൻറ്റിമീറ്റർ എന്ന് കാണാറുണ്ട്. അല്ലാതെ ഹൈറ്റ് പറയുകയാണെങ്കിൽ 90 സെൻറ്റിമീറ്റർ ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റാണ് മിനിമം സ്റ്റെയർ വിഡ്ത്ത്. നമ്മൾ സ്റ്റെയറിന് മിനിമം സ്റ്റെയർ വിഡ്ത്താണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ അറ്റ്ലീസ്റ്റ് 1 ഹാൻഡ് റെയിലെങ്കിലും പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, മിനിമം സ്റ്റെയർ വിഡ്ത്തിലാണ് നമ്മൾ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ അറ്റ്ലീസ്റ്റ് 1 ഹാൻഡ് റെയിലെങ്കിലും പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇനി കുറച്ച് വൈഡർ സ്റ്റെയർ ആണെങ്കിൽ, സ്റ്റെയർ വിഡ്ത്ത് കുറച്ച് വൈഡർ ആണെങ്കിൽ അവിടെ 2 സൈഡിലും ഹാൻഡ് റെയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഹാൻഡ് റെയിൽ ഈസ് പ്രൊവൈഡഡ് ബോത്ത് സൈഡ്. സ്റ്റെയറിൻ്റെ വിഡ്ത്ത് വൈഡർ ആണെങ്കിൽ 2 സൈഡിലും ഹാൻഡ് റെയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇനി ഈ സ്റ്റെയറിൻ്റെ വിഡ്ത്ത്, ഓക്കെ, ഇത് സ്റ്റെയറിൻ്റെ വിഡ്ത്താണ്. സ്റ്റെയറിൻ്റെ വിഡ്ത്ത് 1.8 ഗ്രേറ്റർ ആണെങ്കിൽ, സ്റ്റെയറിൻ്റെ വിഡ്ത്ത് 1.8 മീറ്ററിനെക്കാളും കൂടുതലാണെങ്കിൽ അവിടെ 2 സൈഡിലും പ്രൊവൈഡ് ചെയ്യണം. അതോടൊപ്പം ആൾസോ സെൻറ്ററിലും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സ്റ്റെയറിൻ്റെ വിഡ്ത്ത് മിനിമം വിഡ്ത്താണെങ്കിൽ ഒരു ഹാൻഡ് റെയിലിംഗ് ഒരു സൈഡിലെങ്കിലും ഹാൻഡ് റെയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇനി കുറച്ച് വൈഡർ ആണെങ്കിൽ 2 സൈഡിലും ഹാൻഡ് റെയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇനി സ്റ്റെയറിൻ്റെ വിഡ്ത്ത് 1.8 മീറ്ററിനെക്കാളും കൂടുതലാണെങ്കിൽ 2 സൈഡിലും കൊടുക്കണം. അതോടൊപ്പം സ്റ്റെയറിൻ്റെ സെൻറ്ററിലും ഹാൻഡ് റെയിൽ പ്രൊവൈഡ് ചെയ്യണം. ഇനി അടുത്തതാണ് സ്റ്റെയറിൻ്റെ ലൊക്കേഷൻ. ഓക്കെ, സ്റ്റെയറിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ നമ്മൾ സെൻറ്ററിലാണ് നമ്മൾ സ്റ്റെയറിന് ലൊക്കേഷൻ കൊടുക്കുന്നത്. ഓക്കെ, റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ സെൻറ്ററിലാണ് കൊടുക്കുന്നത്. ഇനി പബ്ലിക് ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലായിരിക്കും. ഓക്കെ, പബ്ലിക് ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലാണ്. അത് മെയിൻ എൻട്രൻസിലായിരിക്കും ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, പബ്ലിക് ബിൽഡിങ്ങിൽ മെയിൻ എൻട്രൻസിൽ ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഫ്രണ്ട് ആയിരിക്കും പബ്ലിക് ബിൽഡിങ്ങിൻ്റെ ലൊക്കേഷൻ. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലാണെങ്കിൽ സെൻറ്റർ. ഓക്കെ, ഇത്രയാണ് റിക്വയർമെൻറ്റ്സ് ഓഫ് ഗുഡ് സ്റ്റെയർ എന്ന് പറയുന്നത്. ഓക്കെ,